A relational model represents the database as a collection of relation. അതായത് ഇൻ റിലേഷണൽ മോഡലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് റിലേഷൻസ് ആണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേബിളായിട്ടാണ് റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ റിലേഷൻ ഈസ് നത്തിങ് ബട്ട് എ ടേബിൾ ഓഫ് വാല്യൂസ്. നമ്മൾ ഡാറ്റാസിനെ ഈ റിലേഷണൽ മോഡലിൽ ടേബിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം റിലേഷണൽ മോഡലിൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. എവറി റോ ഇൻ ദ ടേബിൾ റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റാ വാല്യൂസ്. ദീസ് റോസ് ഇൻ ദ ടേബിൾ ഡിനോട്ട് എ റിയൽ വേൾഡ് എൻറ്റിറ്റി ഓർ റിലേഷൻഷിപ്പ്. അതായത് റിലേഷണൽ മോഡലിൽ നമ്മൾ ടേബിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ടേബിളിനകത്ത് റോയും കോളവും ഉണ്ട്. ഒരു റോയിലുള്ള വാല്യൂസ് എല്ലാം റിലേറ്റഡ് വാല്യൂസ് ആയിരിക്കും. അതായത് ഒരു എൻറ്റിറ്റീനെയാണ് നമ്മൾ ഈ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ്, അതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് കോളമായിട്ടാണ്, നമ്മൾ കോളും റോയും ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോയുടെ ഓരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഓരോ കോളത്തിലും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു റോയിലുള്ള എല്ലാ വാല്യൂസും റിലേറ്റഡ് ആയിരിക്കും. എവറി റോ in the table represents a collection of related data values. These rows in the table denote a real world entity or relationship. The table name and column name are helpful to interpret the meaning of values in each row. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു കസ്റ്റമർ ടേബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആട്രിബ്യൂട്ട്സ് ആയിട്ട് കസ്റ്റമർ ID കൊടുക്കുക, കസ്റ്റമർ നെയിം കൊടുക്കുക, ഏജ് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, സാലറി കൊടുക്കുക. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഓരോ റോയിലും നമുക്ക് ഉണ്ടായിരിക്കും ഓരോ കസ്റ്റമറിൻ്റെ പേരായിരിക്കും. അപ്പം ആ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത്, സപ്പോസ് ഇപ്പം കസ്റ്റമർ ID 1 ഉള്ള ആളുടെ നെയിം ആയിരിക്കും, ഏജ് ആയിരിക്കും, അഡ്രസ്സ് ആയിരിക്കും, സാലറി ആയിരിക്കും. അപ്പം ഓരോ റോയായിട്ടും ഓരോ റെക്കോർഡ്, ഓരോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, ആ എംപ്ലോയിയുടെ പ്രോപ്പർട്ടീസ്, അതായത് പേര്, വയസ്സ്, അഡ്രസ്സ്, സാലറി, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ കോളമായിട്ടും കാണും. The data are represented as a set of relation. In relational model, data are stored as table. However, the physical storage of data is independent of the way the data are logically organized. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒന്ന് ഒറാക്കിൾ ആൻഡ് RDB എന്ന് പറയുന്നത്, പിന്നെ SQL സെർവർ ആൻഡ് ആക്സസ്, പിന്നെ DB2 ആൻഡ് ഇൻഫോമിക്സ് ഡൈനാമിക് സെർവർ IBMൻ്റെ. ഇതൊക്കെയാണ് ഓരോ എക്സാമ്പിൾ. IBMൻ്റെ DB2, ഒറാക്കിളിൻ്റെ ഡാറ്റാബേസ്, മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. A relational database allows the definition of data structure, storage and retrieval operation and integrity constraint. In such a database, the data and relationship between them are organized into table. A table is a collection of records and each record in the table contains some fields. அடுத்தது properties of relational database model. Data is represented as a collection of relation. Each relation is depicted as a table. Column are attributes that belong to the entity modeled by the table. അതായത് in a student table നമുക്ക് കോളമായിട്ട് നെയിം, അഡ്രസ്സ്, സ്റ്റുഡൻറ്റ് ID, മേജർ, ഇങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും. ഈച്ച് റോയെ നമ്മൾ ടപ്പിൾ എന്നാണ് പറയുക, റെപ്രസെൻ്റ് എ സിംഗിൾ എൻറ്റിറ്റി. അതായത് ഇപ്പം സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എവറി ടേബിൾ ഹാസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ടേക്കൺ ടുഗദർ ആസ് എ കീ uniquely identifies each entity.
അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിലേഷണൽ ഡാറ്റ മോഡലിൽ നമ്മൾ ഡാറ്റാസിനെ ടേബിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടേബിൾസിൽ എന്ന് പറഞ്ഞാൽ ഇൻ എ റിലേഷണൽ മോഡൽ ദ റിലേഷൻ ആർ സേവ്ഡ് ഇൻ ടേബിൾ ഫോർമാറ്റ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് അലോങ് വിത്ത് ഇറ്റ്സ് എൻറ്റിറ്റീസ്. A table has two properties, row and column. Row represent record and column represent attributes. അതായത് റിലേഷണൽ മോഡലിൽ നമ്മൾ ടേബിൾ ഫോർമാറ്റിലാണ് റിലേഷൻ എല്ലാം സേവ് ചെയ്യുന്നത്. ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഓരോ എൻറ്റിറ്റീസ് ആയിരിക്കും. ടേബിളിൽ രണ്ട് പ്രോപ്പർട്ടിയാണുള്ളത്, റോയും കോളും. റോ എന്ന് പറയുന്നത് റെക്കോർഡും കോളം എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടും ആയിരിക്കും. ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ഈച്ച് കോളം ഇൻ ടേബിൾ ആണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട്സ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിഫൈൻസ് എ റിലേഷൻ. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിം, ഇതെല്ലാം ആയിരിക്കും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ആയിരിക്കും ഓരോ റോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടപ്പിൾ എന്ന് പറയുമ്പം ഓരോ റെക്കോർഡ്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സിംഗിൾ റോ ഓഫ് ടേബിൾ വിച്ച് കണ്ടെയ്ൻസ് എ സിംഗിൾ റെക്കോർഡ്. ഓരോ സിംഗിൾ റെക്കോർഡായിരിക്കും ഓരോ ടപ്പിളിനകത്തും ഉണ്ടാവുന്നത്. ഇനി റിലേഷൻ സ്കീമ എന്ന് പറയുന്നത് റിലേഷൻ സ്കീമ റെപ്രസെൻറ്റ് ദ നെയിം ഓഫ് റിലേഷൻ വിത്ത് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. ഇനി ഡിഗ്രി എന്ന് വെച്ചാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് വിച്ച് ഇൻ ദ റിലേഷൻ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് റിലേഷൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്, ഒരു ടേബിളിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്, അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റോസിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോളവും, കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റോസും ആയിരിക്കും. ഇനി റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റിലേഷൻ ഇൻസ്റ്റൻസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾ ഇൻ ദ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. റിലേഷൻ ഇൻസ്റ്റൻസ് നെവർ ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ്. ഇനി റിലേഷൻ കീ എന്ന് പറഞ്ഞാൽ എവറി റോ ഹാസ് 1, 2 or multiple attribute which is called relation key. ഇനി ആട്രിബ്യൂട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് എവറി ആട്രിബ്യൂട്ട് ഹാസ് സം പ്രീഡിഫൈൻഡ് വാല്യൂ ആൻഡ് സ്കോപ്പ് വിച്ച് ഈസ് നോൺ ആസ് ആട്രിബ്യൂട്ട് ഡൊമൈൻ. ഇതൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞത്. ടേബിൾ, റിലേഷൻ ഇൻസ്റ്റൻസ്, റിലേഷൻ സ്കീമ, റിലേഷൻ കീ, ആട്രിബ്യൂട്ട് ഡൊമൈൻസ്, ഇതെല്ലാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇൻ ഡി ബി എം എസ് relational integrity constraints are referred to as conditions which must be present for a valid relation. ഒരു വാലിഡ് റിലേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ഇൻ ഡി ബി എം എസ് ആർ റെഫേർഡ് ടു ദ കണ്ടീഷൻ വിച്ച് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ എ വാലിഡ് റിലേഷൻ. വാലിഡ് റിലേഷന് വേണ്ട കണ്ടീഷൻസിനെയാണ് റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ദീസ് റിലേഷണൽ കൺസ്ട്രെയിൻ ഇൻ ഡി ബി എം എസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ റൂൾസ് ഇൻ ദ മിനി വേൾഡ് ദാറ്റ് ദ ഡാറ്റാബേസ് റെപ്രസെൻറ്റ്. ഡാറ്റാബേസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മിനി വേൾഡിൽ നിന്നാണ് നമ്മൾ ഈ റിലേഷണൽ കൺസ്ട്രെയിൻസ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഡാറ്റാബേസാണ് ഉണ്ടാക്കുന്നതായിരിക്കുക. അപ്പം അവിടുന്ന് കിട്ടുന്ന ആ ഓർഗനൈസേഷൻ്റെ ബേസിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കുറേ റൂൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ അവിടെ അവിടുത്തെ ഡാറ്റയ്ക്ക് ഒരു മിനിമം കണ്ടീഷൻസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അങ്ങനത്തെ അതിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രെയിൻസ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. There are many types of integrity constraint in DBMS. Constraints on the relational database management system is mostly divided into three main categories: domain constraint, key constraint, referential integrity constraint. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കീ കൺസ്ട്രെയിൻസ് ആണ്.
An attribute that can uniquely identify a tuple in a relation is called key of the table. The value of the attribute for different tuple in the relation has to be unique. അതായത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിളിൻ്റെ കീ എന്ന് പറയുന്നത് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ ടപ്പിൾ ഇൻ എ റിലേഷൻ. അതായത് ഒരു റോയെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ ആ ടേബിളിൻ്റെ കീ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ഫോർ ഡിഫറെൻറ്റ് ടപ്പിൾസ് ഇൻ ദ റിലേഷൻ ഹാസ് ടു ബി യുണീക്ക്. അതായത് ആ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ ടപ്പിളും, അതായത് ഓരോ റെക്കോർഡ്, ഓരോ റോയെ നമുക്ക് യുണീക്കായിട്ട് ആ ആട്രിബ്യൂട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം, പറയാൻ പറ്റണം. അതിനാണ് കീ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു കസ്റ്റമറിൻ്റെ ടേബിൾ, അതിനകത്ത് കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമറിൻ്റെ നെയിം ഉണ്ട്, കസ്റ്റമറിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം നമുക്കിതിനകത്ത് ഓരോ റോയെയും യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കസ്റ്റമർ ഐ ഡി വെച്ചിട്ടാണ്. അപ്പം കസ്റ്റമർ ഐ ഡിയെ നമുക്ക് അതിൻ്റെ കീ ആയിട്ട് പറയാൻ പറ്റും. There must be at least one minimal subset of attribute in a relation which can identify a tuple uniquely. നമുക്കൊരു ടപ്പിളിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്, അതിനെയാണ് കീ എന്ന് പറയുന്നത്. This minimal subset of attribute is called key for that relation. If there are more than one such minimal subset, these are called candidate keys. Key constraint force that in a relation with a key attribute, no two tuple can have identical value for key. അതായത് രണ്ട് റോയ്ക്ക് നമ്മുടെ ആ ആട്രിബ്യൂട്ട്, നമ്മൾ കീ ആയിട്ട് എടുത്ത ആട്രിബ്യൂട്ടിന് സെയിം വാല്യൂ വരാൻ പാടില്ല. എ കീ ആട്രിബ്യൂട്ട് കനോട്ട് ഹാവ് നൾ വാല്യൂ, അതിന് നൾ വാല്യൂ ഉണ്ടാകാൻ പാടില്ല. കീ കൺസ്ട്രെയിൻസ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് എൻറ്റിറ്റി കൺസ്ട്രെയിൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊമെയിൻ കൺസ്ട്രെയിൻസ് ആണ്. ഡൊമെയിൻ കൺസ്ട്രെയിൻസ് ക്യാൻ ബി വയലേറ്റഡ് ഇഫ് an attribute value is not appearing in the corresponding domain or it is not of the appropriate data type. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആട്രിബ്യൂട്ടിന് നമ്മളൊരു ഡൊമൈൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഡൊമൈൻ കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആ ഡൊമൈനിൽ വരുന്നത് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ഡാറ്റ ടൈപ്പ് ആയിരിക്കില്ല. അങ്ങനത്തെ സമയത്തെല്ലാം നമ്മൾ ഡൊമൈൻ കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഡൊമൈൻ കൺസ്ട്രെയിൻസ് ക്യാൻ ബി വയലേറ്റഡ് ഇഫ് ദ ആട്രിബ്യൂട്ട് വാല്യൂ ഈസ് നോട്ട് അപ്പിയറിംഗ് ഇൻ ദ കറസ്പോണ്ടിങ് ഡൊമൈൻ ഓർ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഡാറ്റ ടൈപ്പ്. ഡൊമൈൻ കൺസ്ട്രെയിൻസ് specify that within each tuple and the value of each attribute must be unique. ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഡൊമൈൻ കൺസ്ട്രെയിൻ സ്പെസിഫൈ ദാറ്റ് വിത്തിൻ ഈച്ച് ടപ്പിൾ, അതായത് ഓരോ റോയ്ക്കും ആൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട് മസ്റ്റ് ബി യൂണീക്ക്. ഓരോ ടപ്പിളിനും ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കണം. ദിസ് ഈസ് specified as data type which include standard data type, integers, real numbers, characters, boolean, variable length, string, etc. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ക്വറി കൊടുക്കുകയാണ്, ക്രിയേറ്റ് ഡൊമൈൻ കസ്റ്റമർ നെയിം ചെക്ക് വാല്യൂ നോട്ട് നൾ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡൊമൈൻ കൺസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ നെയിം നോട്ട് നൾ ഈസ് നോട്ട് നൾ. കസ്റ്റമർ നെയിം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഡൊമൈൻ കൺസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ക്രിയേറ്റ് ഡൊമൈൻ കസ്റ്റമർ നെയിം ചെക്ക് വാല്യൂ നോട്ട് നൾ. അതായത് കസ്റ്റമർ നെയിം നോട്ട് നൾ ആയിരിക്കണം, അതായത് കസ്റ്റമർ നെയിം ഉണ്ടായിരിക്കണം.
ഇനി പറയാൻ പോകുന്നത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റ് ആണ്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ഇൻ DBMS ആർ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, അല്ല ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിലുള്ള കീ എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിൽ നമ്മളതിനെ ഫോറിൻ കീ ആയിട്ട് പറയും. അതായത് ഒരു ടേബിളിൽ ഓരോ ടേബിളിൽ നമ്മൾ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കീ ഫിക്സ് ചെയ്ത് വെച്ചു. ഒരു കീ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കീ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അത് നോട്ട് നള്ളും ആയിരിക്കണം, അതിൻ്റെ വാല്യൂസ് യൂണീക്കും ആയിരിക്കണം. ആ കീ മറ്റൊരു റിലേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോറിൻ കീ എന്ന് പറയും. Referential integrity constraints in DBMS are based on concept of foreign keys. A foreign key is an important attribute of a relation which should be referred to in another other relationships. Referential integrity constraint state happens where relation refers to a key attribute of a different or same relation. However, that the key element must exist in the table. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ റിലേഷൻ റെഫേഴ്സ് ടു എ കീ ആട്രിബ്യൂട്ട് ഓഫ് ഡിഫറെൻറ്റ് ഓർ സെയിം റിലേഷൻ then that key element must exist. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പല റിലേഷൻസ് തമ്മിലുള്ള ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Referential integrity is a database concept that is used to build and maintain logical relationship between tables to avoid logical corruption of data. ഇവിടെ ഇപ്പം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടേബിളിനകത്ത് ഒരു കീ ഉണ്ട്, അതായത് എല്ലാ ടപ്പിൾസിനെയും യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആ പ്രൈമറി കീ നമ്മൾ വേറൊരു ടേബിളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോറിൻ കീ എന്ന് പറയും. അങ്ങനെ നമുക്ക് ആ ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ബിക്കോസ് ഈച്ച് ടേബിൾ ഇൻ എ ഡാറ്റാബേസ് മസ്റ്റ് ഹാവ് എ പ്രൈമറി കീ. ദിസ് പ്രൈമറി കീ ക്യാൻ അപ്പിയർ ഇൻ അതർ ടേബിൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ദ ഡാറ്റ വിത്തിൻ ദോസ് tables. When primary key from one table appears in another table, it is called foreign key. ഇതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉദ്ദേശിക്കുന്നത്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഡാറ്റ which when satisfied requires every value of one attribute അല്ലെങ്കിൽ column of a relation table to exist as a value of another attribute in a different റിലേഷൻ. അതായത് ഇവിടെ പറയുന്ന ഫോറിൻ കീയുടെ കാര്യമാണ്. അതായത് ഒരു ടേബിളിലെ പ്രൈമറി കീ മറ്റൊരു ടേബിളിൽ യൂസ് ചെയ്യുമ്പം അതിനെ ഫോറിൻ കീ എന്ന് പറയും. എ ഫോറിൻ കീ ഈസ് എ കോളം ഓർ കോമ്പിനേഷൻ ഓഫ് കോളം ദാറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് എൻഫോഴ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഡാറ്റ ഇൻ ടു ടേബിൾ. ഇനി ഇൻറ്റഗ്രിറ്റി. ഡാറ്റ ഇൻറ്റഗ്രിറ്റി റെഫേഴ്സ് ടു മെയിൻറ്റെയിനിങ് ആൻഡ് അഷ്വറിങ് ദ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ ഓവർ ഇറ്റ്സ് എൻറ്റയർ ലൈഫ് സൈക്കിൾ and is a crucial aspect to design, implementation and usage of any system which store, process or retrieve data.